നമ്മൾ ഈ ഓടപ്പൂവിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ശിവഭഗവാന്റെ ജഡയായിട്ടാണ്. ഇത് നമ്മുടെ ഹിന്ദു പുരാണങ്ങളെ നമ്മൾ പല വ്യാഖ്യാനങ്ങളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കഥകൾ മെനയാറുമുണ്ട്. നമ്മുടെയൊക്കെ കൊച്ചുനാളിൽ കേട്ട് വരുന്ന ഒരു കഥയാണ്. ഇപ്പം ശിവഭഗവാന്റെ ജഡ നിലത്തടിച്ചപ്പോഴാണ് വീരഭദ്രസ്വാമികൾ ജന്മം കൊണ്ടതെന്നും വീരഭദ്രസ്വാമികളാണ് ദക്ഷൻ്റെ തല കഴുത്തറുത്തതെന്നും പറയപ്പെടുന്നത്. ആ സങ്കല്പം വെച്ചിട്ടാണ് ഓടപ്പൂവിലെ ശിവഭഗവാന്റെ ജഡയായിട്ട് സങ്കല്പിച്ച് പലരും ഭക്തർ ഇന്നും ഓടപ്പൂ വീടുകളിൽ തൂക്കുന്നതും ഭഗവാന്റെ ജഡ ഭഗവാന്റെ സാന്നിധ്യം വീടുകളിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ആ ഭഗവാൻ വീട്ടിലുള്ളപ്പോൾ തന്നെ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഓടപ്പൂ എല്ലാവരും കൊട്ടിയൂരിൽ വരുന്ന എല്ലാവരും ഓടപ്പൂ വീടുകളിലേക്കും വാഹനത്തിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയിടുന്നത്. അതുപോലെ തന്നെയുള്ള ഇതാണ് മറ്റൊരു പറയപ്പെടുന്ന ഐതിഹ്യമാണ് ദക്ഷയാഗത്തിന് നേതൃത്വം കൊടുത്ത യാഗ ആചാര്യനായ ഭൃഗുമുനിയുടെ താടി. അപ്പം യാഗം മുടക്കാൻ വന്ന വീരഭദ്രസ്വാമികളും ഭഗവാന്റെ ഭൂതഗണങ്ങളും താടി വലിച്ച് പറിച്ച് ഓടക്കാട്ടിലേക്ക് ചുഴറ്റി എറിഞ്ഞു എന്നുള്ളതും, ആ യാഗം മുടക്കിയ ഇതിൽ നമ്മളും ഓരോരുത്തരും പങ്കാളികളാകുന്ന അതിൻ്റെ ആ ദക്ഷൻ്റെ ഭൃഗുമുനിയുടെ താടി നമ്മുടെ വീട്ടിലും കൊണ്ടുപോകുന്നതായിട്ടും ഉള്ളൊരു സങ്കല്പവും ഉണ്ട്. കൂടുതലും എല്ലാവരും വിശ്വസിച്ച് പോരുന്നത് ഭഗവാന്റെ തിരിച്ചടയാണ് എന്നുള്ളതാണ്.